2025 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ്, 2022 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2022 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ്. 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, കേരള പഞ്ചായത്ത് രാജ് 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ക്രമപ്രശ്നം ഉന്നയിച്ച ശ്രീ രമേശ് ചെന്നിത്തല, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ പി സി വിഷ്ണുനാഥ്. സാറ്, ഈ വകുപ്പ് 5 മുനിസിപ്പാലിറ്റികളിൽ ആഭ്യന്തര വിജിലൻസും മോണിറ്ററിംഗും സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമ്പോൾ അതിന് യാത്രാബത്ത ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ എന്തായാലും അധിക ചെലവുണ്ടാകും. എന്നാൽ ചട്ടം 73 പരാമർശിക്കുന്ന പ്രകാരം ഈ ധനകാര്യ മെമ്മോറണ്ടത്തിൽ വ്യക്തമായിട്ട് ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളിൽ അവർക്ക് TNDA ഒക്കെ കൊടുക്കേണ്ടി വരും, ചിലവുണ്ടാകും. അപ്പോൾ അത് ധനകാര്യ മെമ്മോറണ്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ നമ്മുടെ ഭരണഘടന പവർ ടു ഇമ്പോസ് ടാക്സസ് ബൈ ആൻഡ് ഫണ്ട്സ് ഓഫ് ദി മുനിസിപ്പാലിറ്റീസ് 243 legislature of a state may by law authorize a municipality to levy, collect and appropriate such taxes, duties, tolls in accordance with such procedure and subject to such limits എന്നാണ് ഭരണഘടന 243 വിഭാവനം ചെയ്യുന്നത്. സാറ്, ഇതിൻ്റെ മൂല നിയമം വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് without payment of license fee at such rate as may be prescribed by the government for each purpose, അത് കഴിഞ്ഞ് or at such rate as the municipality may fix, subject to the said rate by a notification published in such manner as may be prescribed എന്നാണ്. സാർ, ഇവിടെ ഈ സെക്ഷൻ 447(1) ബിയിൽ വരുത്തിയിട്ടുള്ള ഈ ഭേദഗതി ഭരണഘടനയുടെ അനുച്ഛേദം 243 അന്തസത്തയ്ക്ക് വിരുദ്ധമായിട്ടാണ് കാണുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്. സാർ, അത് ഞാൻ കൃത്യമായിട്ട് പറയാം. അതൊരു വരി ഇതിന്റെ മാറ്റം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. സാർ, ഇവിടെ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും അതാണ് ഇതിന്റെ പ്രശ്നം. സാർ, ഇവിടെ പറയുന്നത് എന്താണ്? നിർണ്ണയിക്കാവുന്ന നിരക്കിലോ പ്രസ്തുത നിരക്കിന് വിധേയമായി മുനിസിപ്പാലിറ്റി നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപന പ്രകാരം നിശ്ചയിക്കാവുന്ന അങ്ങനെയുള്ള നിരക്കിലോ എന്ന വാക്കുകൾക്ക് പകരം നിർണ്ണയിക്കുന്ന എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. സാർ, ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് ഇനി ഈ പരിധിക്കകത്ത് നിന്ന് ലെവി ഫീസ് നിർണ്ണയിക്കാൻ കഴിയില്ല. സർക്കാർ തീരുമാനിക്കുന്നത് മുനിസിപ്പാലിറ്റി അംഗീകരിക്കണമെന്ന് വരുന്നത് മുനിസിപ്പാലിറ്റികളുടെ സ്വയംഭരണാവകാശങ്ങൾക്ക് വിരുദ്ധമാണ്. ഭരണഘടന സർക്കാരിന് നൽകുന്ന നിയമനിർമ്മാണത്തിൻ്റെ അധികാരത്തിൻ്റെ പുറത്താണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് സാർ, തദ്ദേശ സ്വയം ഭരണ സ്ഥാപനമാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സ്വയംഭരണത്തെ ഈ അമെൻമെൻറ്റിൽ കൂടി സർക്കാർ നൈസായി എടുത്തുകൊണ്ട് പോവുകയാണ് സാർ. അതുകൊണ്ട് ഈ അമെൻമെൻറ്റ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ശ്രീ പി സി വിഷ്ണുനാഥ് പ്രധാനമായിട്ടും 2 തടസ്സവാദങ്ങളാണ് ക്രമപ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ധനകാര്യ മെമ്മോറാണ്ടം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഈ പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം നിലനിർത്തി ഇന്റേണൽ വിജിലൻസ് സംവിധാനം നിർത്തലാക്കി ഇന്റേണൽ വിജിലൻസ് സംവിധാനം കൊണ്ടുവരുമ്പോൾ അധിക ചെലവുണ്ടാവുമെന്നതാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചിട്ടുള്ള കാര്യം. സർ, പെർഫോമൻസ് ഓഡിറ്റിലെ ജീവനക്കാരെ പുനർവിന്യസിച്ചുകൊണ്ടാണ് ഇന്റേണൽ വിജിലൻസ് സംവിധാനം, ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരെ ആ സംവിധാനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 2020-21 ബജറ്റ് പ്രസംഗത്തിൻ്റെ 208 ഖണ്ഡികയിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുള്ളതാണ്. ഞാനത് വേണമെങ്കിൽ ഇവിടെ വായിക്കാം. ഹവർ LSTD has 1,000 employees in its DRDA and performance audit wings. Their duties are not relevant at present. More important tasks has to be done at lower levels. So it is decided to redeploy them. All of them will be redeployed before the end of this financial year. ഇത് 2020-21 ബജറ്റ് സ്പീച്ചിൻ്റെ ഖണ്ഡിക 208 ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പ് ഉത്തരവ്
ഇറക്കിക്കഴിഞ്ഞു. 25/5/2022 പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവ് ഇത് നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. സർ, അപ്പോൾ റീഡിപ്ലോയ്മെൻ്റ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പുതുതായിട്ട് ആരെയും നിയമിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അധിക സാമ്പത്തിക ബാധ്യത വരുന്നില്ല. അതുകൊണ്ട് ആ തടസ്സവാദം നിലനിൽക്കുന്നതല്ല. ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ വകുപ്പിൻ്റെ ഏകീകരണത്തിന് ശേഷം സ്പെഷ്യൽ റൂൾ വന്നിട്ടുണ്ട്. ആ സ്പെഷ്യൽ റൂൾ പ്രകാരവും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഗ്രാമവികസന വകുപ്പിലെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ പെർഫോമൻസ് ഓഡിറ്റിനെ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ JD ഓഫീസിലെ AD-മാരിൽ ഒരാളാക്കി മാറ്റി. പഞ്ചായത്ത് വകുപ്പിലെ പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസർമാരെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരാക്കി മാറ്റി. പെർഫോമൻസ് ഓഡിറ്റിലെ JS സീനിയർ ക്ലർക്ക് OA തസ്തികകൾ ജോലിഭാരം കൂടിയ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കാൻ ഉത്തരവായിട്ടുണ്ട്. അതുപോലെ തന്നെ JS-മാരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരില്ലാത്ത 76 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ജോലിഭാരം കൂടിയ ഗ്രാമപഞ്ചായത്തുകളിലേക്കും പ്രിൻസിപ്പൽ ഡയറക്ടർ പുനർവിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധിക ബാധ്യത വരുന്നില്ല. പിന്നെ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം നടപ്പാക്കുന്നുണ്ട്. അത് ചരിത്രപരമായൊരു കാര്യമാണ് സർ, ഈ ബില്ലിലെ വ്യവസ്ഥയാണ്. സോഷ്യൽ ഓഡിറ്റ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന ഒരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്ന് രാജ്യത്തിന് കേരളം മറ്റൊരു കാര്യത്തിൽ കൂടി വഴി കാണിക്കുകയാണ്. അത് വാർഡ് സഭയും ഗ്രാമസഭ തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ വേദികളിലൂടെയാണ്. അപ്പോൾ അവിടെയും അധിക സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നം വരുന്നില്ല. സർ, രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് കുറച്ചുകൂടി ഗൗരവമായിട്ട് ഉള്ളൊരു ആരോപണം അതിലടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സത്തയെ തകർക്കുകയും അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സർ, ഭരണഘടനയുടെ 243W ആർട്ടിക്കിൾ 243W പ്രകാരമാണല്ലോ മുനിസിപ്പാലിറ്റികൾക്കുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 243W പവേഴ്സ്, അതോറിറ്റി and responsibilities of municipalities, etc. Subject to the provisions of this constitution, the legislature of a state may by law endow. എന്നെല്ലാമാണ് പറയുന്നത്. The municipalities with such powers and authority as may be necessary to enable them to function as institutions of self-government, and such law may contain provisions for the devolution of powers and responsibilities upon municipalities subject to such conditions as may be specified therein with respect to the preparation of plans for economic development and social justice. Performance of functions and the implementation of schemes. Performance of functions സംബന്ധിച്ചും എല്ലാം, അതായത് ഇതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ് സർ. ഭരണഘടന പറയുന്നത് നിയമസഭ നൽകുന്ന അധികാരങ്ങളാണ്, നിയമസഭ നൽകുന്ന അധികാരങ്ങളാണ് മുനിസിപ്പാലിറ്റികൾക്കുള്ളത് എന്നതാണ്. അതുകൊണ്ട് അധികാര കേന്ദ്രീകരണത്തിലേക്കല്ല ഇത് നയിക്കുന്നത്, ഭരണഘടനാ വ്യവസ്ഥയെ പൂർണ്ണമായും അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒറ്റ കാര്യം കൂടിയുള്ളൂ സർ, ഈ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവരേണ്ടി വന്നത്? ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ചില ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ടുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2018 നിക്ഷേപം പ്രോത്സാഹിപ്പിക്കലും സുഗമമാക്കലും ആക്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ലൈസൻസ് സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും പൗരസൗഹൃദമാക്കാനും ഒക്കെയുള്ള നടപടികൾ, ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള അംഗത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിനും അക്കാര്യത്തിൽ തർക്കമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുക്തിസഹമല്ലാത്ത രീതിയിൽ ലൈസൻസുകൾ നിരസിക്കുന്ന പ്രവണത ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിക്ഷേപകരുടെ പരാതിയുണ്ട്, സംരംഭകരുടെ പരാതിയുണ്ട്. തദ്ദേശ അദാലത്ത് മന്ത്രിതലത്തിൽ നടത്തിയപ്പോൾ എല്ലായിടത്തും നൂറുകണക്കിന് പരാതികളാണ് ഇത്തരത്തിൽ വന്നത്. ബഹുമാനായിട്ടുള്ള MLA-മാരുടെയൊക്കെ മുമ്പിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 1034 തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് പലതും ലൈസൻസ് അനുവദിക്കുന്ന കാര്യത്തിലും നിരസിക്കുന്ന കാര്യത്തിലുമൊക്കെ പലപ്പോഴും വളരെ ആർബിട്രറി ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെയും ഈസ് ഓഫ് ലിവിങ്ങിൻ്റെയും അതിന് രണ്ടിനെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നു എന്നുറപ്പാക്കാനുള്ള വ്യവസ്ഥ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരധികാരവും കവർന്നെടുക്കുന്നില്ല. അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തടസ്സവാദം നിലനിൽക്കില്ല. ഓർഡർ. ബില്ലിൽ വിശദമായ ധനകാര്യ മെമ്മോറാണ്ടം ഇല്ലെന്ന ബില്ലിൻ്റെ ഖണ്ഡം 9 പ്രകാരം മൂലനിയമത്തിലെ വകുപ്പ് 447 ക്ലോസ് 1 ബിയിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാനുസൃതമല്ലെന്നാണ് ശ്രീ PC വിഷ്ണുനാഥ് തടസ്സവാദത്തിലൂടെ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി വിശദമാക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം സ്വീകാര്യമാണെന്നു കാണുന്നതിൽ തടസ്സവാദം നിലനിൽക്കുന്നില്ലെന്ന് റൂൾ ചെയ്യുന്നു. എന്നാൽ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അനുബന്ധമായി ചേർക്കേണ്ട പ്രധാന ആക്ടിലെ പ്രസ്തുത ഭാഗങ്ങൾ സാമാജികർക്ക് പ്രാപ്യമാക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. ഭാഗങ്ങൾ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ
ലഭ്യമാക്കിയിട്ടുള്ളതാണ് സർ. ഇതിൽ ഒരു കാര്യം, പല അമെൻമെൻറ്റുകളായിട്ടാണ് നേരത്തെ വരുത്തിയിട്ട്, പല നിയമങ്ങളിലൂടെയാണ് ഈ അമെൻമെൻറ്റുകൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 94 പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും 94 മുനിസിപ്പൽ ആക്ടിൻ്റെയും ഭേദഗതി വരുത്തുന്ന വകുപ്പുകളുടെ പ്രസക്ത ഭാഗങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. ക്ലാരിഫൈ ചെയ്യും. ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം.ബി. രാജേഷ് 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും ഭവന നിർമ്മാണവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 9-ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലും 2025 മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റി 9-ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഇപ്പോൾ സംസാരിക്കുന്നില്ല, ചർച്ചയ്ക്ക് ശേഷം. ശ്രീ DK മുരളിക്ക് 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1 നമ്പർ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ഇനി 4 മിനിറ്റാണ് അവശേഷിക്കുന്നത്. 4 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങേക്ക് നിർത്തി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സർ, ഞാൻ ഈ ഭേദഗതികളെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഇത് പൊതുജനാഭിപ്രായത്തിന് വിടണം എന്നുള്ള ഭേദഗതി അവതരിപ്പിക്കുകയാണ് സാർ. കേരള സംസ്ഥാനം ഇന്ന് അധികാര വികേന്ദ്രീകരണത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിമാനം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് 1957 വന്ന ഒന്നാം ഗവൺമെൻറ് EMS ഗവൺമെൻറ് മുതൽ കേരളത്തിൽ LDF ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നിലപാടാണ് എന്ന് വളരെ ശരിയായ നിലയിൽ തന്നെ നമുക്ക് സ്ഥാപിക്കാനാകും. കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സർ, 1957 ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട്, അതിൻ്റെ തുടർച്ചയായി തയ്യാറാക്കിയ ഡിസ്ട്രിക്ട് ബോർഡ് ബില്ല്, പിന്നീട് 1991 ജില്ലാ കൗൺസിലുകളുടെ രൂപീകരണം ഒക്കെ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അധികാരം ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഗാന്ധിജിയുടെ സങ്കല്പം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചത് LDF ഗവൺമെൻറ്റുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. 96 LDF സർക്കാരിൻ്റെ വികസന മുൻഗണനകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജനകീയ അധികാര വികേന്ദ്രീകരണം എന്ന സങ്കല്പം. കേവലം ഭരണാധികാര കൈമാറൽ മാത്രമല്ല, സാമ്പത്തിക അധികാരങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തണമെന്നും ഫണ്ടുകൾ താഴെത്തട്ടിലേക്ക് കൈമാറണമെന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കിയത് LDF ഗവൺമെൻറ്റുകളാണ് എന്ന് നമുക്ക് കാണാനാകും. സർ, കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ EMS ഗവൺമെൻറ്റിൽ തുടങ്ങി പിന്നീട് വന്ന LDF ഗവൺമെൻറ്റുകളുടെ കാലത്ത് വന്നിട്ടുള്ള ജനകീയ ആസൂത്രണത്തിലൂടെ അധികാരം ജനങ്ങളിൽ എത്തുന്ന ഒരു നില നമുക്ക് കൈവരിക്കാനായി. അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയൊരു ജനകീയ പദ്ധതിയായി രൂപപ്പെട്ടു. അതെല്ലാം ഫലപ്രദമായി നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തത് പ്രാദേശിക ഭരണകൂടങ്ങളാണ്. സർ, അത്തരത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വിജയകരമായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട്. കേരളത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അങ്ങ് ആഫ്റ്റർ അഡ്ജോൺമെൻറ്റ് സംസാരിക്കുമല്ലോ? യെസ്. ഓക്കെ. നിയമനിർമ്മാണത്തിലേക്കാണ്. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ DK മുരളിയാണ് സംസാരിച്ചത്. അങ്ങ് ആദ്യ സെഷനിൽ 5 മിനിറ്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ സമയകൃത്യത പാലിച്ചുകൊണ്ട് ചെയറുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇവിടെ അവതരിപ്പിച്ച പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ഭേദഗതിയെ സംബന്ധിച്ച്
സംസാരിച്ച കൂട്ടത്തിൽ കേരളത്തിൻ്റെ തദ്ദേശ ഭരണരംഗത്തിൻ്റെ മാറ്റങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കാണാനാകുന്നതാണ്. കേരളം ഒരു പുരോഗമന സമൂഹമായി വളർന്നത് ഇന്ത്യയിൽ മാതൃകാ സംസ്ഥാനമായി ഉയർന്നതിന് അടിത്തറ പാകിയത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമാണ്. അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞത് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന EMS ഗവൺമെൻറ്റും തുടർന്ന് വന്ന LDF ഗവൺമെൻറ്റുകളുമാണ് എന്ന് ഒട്ടൊരു അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാനാകും സാർ. ഇന്നിപ്പോൾ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ രംഗത്ത് നമുക്ക് കാണാവുന്ന നേട്ടങ്ങൾ അഭൂതപൂർവമാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയൊക്കെ കോർപ്പറേഷൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ നമുക്ക് മുന്നേറാനായിട്ടുള്ളത്. സർ, ഏകദേശം 52% വരുന്ന ജനസംഖ്യയിൽ 52% വരുന്നവർ സ്ത്രീകളാണ്. 2010 കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം നടപ്പിലാക്കി സാർ. ഇന്ത്യയിലെ ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 50% വനിതാ സംവരണം ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനം അത് കേരളമാണ് സാർ. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും കൊണ്ട് സംഭവിച്ചതാണ് എന്ന് കാണാനാകണം സാർ. അതുപോലെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം നയനാർ ഗവൺമെൻറ് കാലത്ത് 1998 ആരംഭിച്ചത്. ഇന്നങ്ങ് സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോക മാതൃകയായി കുടുംബശ്രീ മാറിയിരിക്കുകയാണ് സാർ. സർ, സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ സംഭാവന നമ്മളൊന്ന് കാണണം. 3 ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങൾ, 48 ലക്ഷം അംഗങ്ങൾ. കുടുംബശ്രീ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് സാർ. ഇന്ന് മറ്റെങ്ങുമില്ല ഇത്തരത്തിലൊരു പ്രസ്ഥാനം. ഈ കുടുംബശ്രീയെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, നമുക്ക് മറക്കാൻ പറ്റൂ. ജനശ്രീ എന്ന ഒരു ബദൽ സംവിധാനം കൊണ്ടുവന്നു കുടുംബശ്രീയെ തകർക്കാൻ നോക്കി. പക്ഷേ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അതിനെ തള്ളിക്കളഞ്ഞു. അവർ ബഹുഭൂരിപക്ഷവും കുടുംബശ്രീയുടെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഇന്ന് അതിന് ഇത്രയധികം വളർച്ചയുണ്ടായത് എന്ന് നമുക്ക് കാണാനാകും. ഇപ്പോൾ ഗവൺമെൻറ് നേതൃത്വത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലും വനിതാ ജംഗ്ഷനുകൾ സംഘടിപ്പിച്ച് നമ്മൾ കണ്ടതല്ലേ? എന്തുമാത്രം ആൾക്കൂട്ടമായിരുന്നു സാർ. നമ്മുടെ വീട്ടമ്മമാർ, ഉദ്യോഗസ്ഥർ, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടെ പ്രതിഭകളുടെ മാറ്റുരയ്ക്കാനുള്ള വേദിയായി രാപ്പകൽ കൂടിയിരുന്ന് ആഘോഷമാക്കി മാറ്റിയ വനിതാ ജംഗ്ഷൻ കേരളത്തിൽ നടക്കുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും കാണാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഈ രംഗത്തും കേരളം മാതൃകയാകുന്നത്. അത് സംഭവിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് കൊണ്ടാണ് എന്ന് ആരും സമ്മതിക്കുന്ന കാര്യമാണ് സാർ. ജെൻഡർ ബഡ്ജറ്റ്, സ്ത്രീകൾക്ക് ജെൻഡർ ബഡ്ജറ്റിംഗ് രാജ്യത്ത് ആദ്യമായി സ്ഥാപിച്ചത് 1997 കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. ഇന്ത്യയിലെ ഒരു മറ്റു സംസ്ഥാനത്തിനും പഞ്ചായത്തുകൾ സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ ഘടക പദ്ധതി നടപ്പിലാക്കുന്നില്ല സാർ. അത് കേരളത്തിന് മാത്രമേ ഉള്ളൂ. 2017-18 മുതൽ എല്ലാ വർഷവും
സംസ്ഥാന ബഡ്ജറ്റിനൊപ്പം വാർഷിക ജെൻഡർ ബഡ്ജറ്റും അവതരിച്ചു വരികയാണ് സർ ഈ കേരളത്തിൽ. മറ്റൊരു പ്രധാന മാതൃക ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി നടക്കുന്നില്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു ലോക മാതൃക അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. മറ്റെവിടെയുണ്ട് സാർ? നമുക്കെല്ലാം അറിയാമല്ലോ, പോവർട്ടി ഇൻഡെക്സ് പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? പട്ടിണി രാജ്യമായി ഇന്ത്യയെ ലോകം വിലയിരുത്തുകയാണ്. അവിടെയാണ് ഒരു കൊച്ചു സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത, ദരിദ്രമില്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ പോകുന്നത്, മാറ്റിക്കഴിഞ്ഞത്. നീതി ആയോഗിൻ്റെ പ്രഥമ ബഹുമുഖ ദാരിദ്ര്യ സൂചിക 2021 ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്, കേരളം മാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതാണ്. ഇതെല്ലാം ആധികാരികമായ രേഖയാണ് സാർ, നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ്, വെറുതെ വീമ്പിളക്കുന്നതല്ല. ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ തദ്ദേശ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ആയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അഭിമാനം പകരുന്ന ഒരു വസ്തുതയാണ്. 64,006 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയത്. അതിൽ ഒക്ടോബർ 31 ആകുമ്പോൾ പൂർണ്ണമായും ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ നമുക്ക് മാറ്റാൻ കഴിയും സാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിസ്ഥിതി രാഷ്ട്രീയം എന്ന് ലോകം പ്രധാനമായും ചർച്ച ചെയ്യുകയാണല്ലോ സാർ. കേരളത്തിലാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ശുചിത്വ കേരളം എന്ന പദ്ധതി വിജയകരമായി നടത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു പുതിയ സേന നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്, ഹരിതകർമ്മസേന. പച്ച ഷർട്ടെല്ലാം ഇട്ട് നമ്മുടെ വീടുകളിൽ ഹരിതകർമ്മസേനയുടെ വളണ്ടിയർമാർ വരികയാണ്. അവർ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോവുകയാണ്. മാലിന്യമുക്ത കേരളമായി ഇന്ത്യയെ മാറ്റാൻ ഈ ഗവൺമെൻറ് പദ്ധതി ഇട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറായി വന്നു. പുതിയൊരു സന്നദ്ധ സേന, പുതിയൊരു വളണ്ടിയർ സേന കേരളത്തിൽ നിന്ന് സ്വന്തമാണ് സാർ. ഇത്തരത്തിലാണ് നമ്മുടെ പ്രാദേശിക ഭരണത്തെ, അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാനാകണം. ഒട്ടേറെ കാര്യങ്ങൾക്ക് ഇന്ന് പഞ്ചായത്തുകൾ മാതൃകയാവുകയാണ്. പരിസ്ഥിതി രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ജലസംരക്ഷണം. സർ, ദേശീയ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആ അവാർഡുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പ്രാദേശിക ഭരണകൂട സംവിധാനത്തിനാണ് നിരവധി മേഖലയിൽ അവാർഡ് കിട്ടുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ മികവ്, ആകർഷകമായ പദ്ധതികൾ നടത്തുവാനുള്ള അവരുടെ ആർജവം, ഭാവന, അതൊക്കെ തെളിയിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ചില ഗ്രാമപഞ്ചായത്തുകൾ നമുക്ക് സംസ്ഥാനത്തിനും ഇന്ത്യക്കും മാതൃകയാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ യുഗമാണല്ലോ സാർ. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ഓഫീസിൽ പോയി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് തന്നെ ആ സേവനങ്ങൾ ലഭ്യമാക്കുന്ന അവസ്ഥയിലേക്ക് ആധുനിക ശാസ്ത്രം വളർന്നിട്ടുണ്ട്. സർ, അതിൽ കേരളത്തിലാണ് ഒരു ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് മാറിയത്. അങ്ങ് ചുരുക്കണം, 10 മിനിറ്റ് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ നിർത്തുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഡിജി പുല്ലമ്പാറ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കി മാറ്റി. അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്. ഇന്ന് അത് കേരളം മാതൃകയാക്കിയെടുത്ത് കേരളം ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യത്തിന് മാതൃകയായി നിൽക്കുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു. സാർ, ഇത്തരത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ശക്തി പ്രാപിക്കുന്നത്. അങ്ങനെ ശക്തി പ്രാപിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളെ, വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്തുകളെ വീണ്ടും ശാക്തീകരിക്കാനുള്ള, കൂടുതൽ അധികാരം കൊടുക്കുന്നതിനുള്ള ഒരു ചെറിയ ഭേദഗതിയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട്
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സാർ, സമയപരിമിതി മൂലം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഭേദഗതിയെ ഒരിക്കൽ കൂടി ഞാൻ അനുകൂലിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു സാർ. അടുത്തതായി ശ്രീ IC ബാലകൃഷ്ണൻ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഇന്ന് കേരളത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ അനുഭവിക്കുന്ന വളരെ ദുരവസ്ഥയും ദുരിതപൂർണമായ സ്ഥിതിയും അത് പരിഹരിക്കാനുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും ഈ ബില്ലിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ ഭേദഗതികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാനിത് അവതരിപ്പിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 3.5 പതിറ്റാണ്ടിലേറെക്കാലം എൻ്റെ പിതാവിരുന്ന ഒരു സഭ ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ഉത്ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കയറി വന്നപ്പോഴും ഇവിടെയുള്ള ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നോട് പറഞ്ഞത് പിതാവ് നല്ല രൂപത്തിൽ നിയമസഭാംഗമായി പ്രവർത്തിച്ച ഒരു പരിചയമുള്ള വേദിയിലേക്കാണ് വരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്കയും ഉത്ഭയമൊക്കെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ പ്രസംഗം കൂടിയാണിത്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് അത് പദ്ധതി കേന്ദ്രത്തിൽ പാസ്സാക്കുകയും അതനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ അന്ന് കേരളത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നൊരു കാര്യം സ്റ്റേറ്റ് ബഡ്ജറ്റ് പ്ലാനിൻ്റെ 1/3 നേരിട്ട് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നൽകുമെന്നതാണ്. പക്ഷേ അത് ഈ ഒരു കഴിഞ്ഞ ഈ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കി തുടങ്ങി എന്ന് വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കുമ്പോൾ തന്നെ ഇതുവരെ അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളും അറിയേണ്ടിയിരിക്കുന്നു സർ. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് പ്ലാനിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അത് നൽകിയത് UDF ഭരണകാലത്താണ്. 2011-12 കാലത്താണ്. അന്ന് ആ കാലഘട്ടത്തിൽ 27.7% നൽകിയെങ്കിൽ ഈ കഴിഞ്ഞ 2016-21 കാലത്ത് കേവലം 18.3% മാത്രമാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നൽകിയത് എന്നതാണ് ബഡ്ജറ്റ് ഇൻ ബ്രീഫ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അന്ന് UDFൻ്റെ ഭരണകാലത്ത് 2003-2004 ഏറ്റവും അധികം തുക നൽകിയത് 34% ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നൽകിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ അതുമാത്രമല്ല സർ, ഇവിടെ നമുക്കറിയാം ഇന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുക. അവർക്ക് പ്രധാനമായും ഞാനും ഒരു 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻറ്റും അത് കഴിഞ്ഞ ഒരു 5 കൊല്ലം മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്ന ആളെ ഞങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് കാരണം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന റവന്യൂ എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സും അഡ്വർടൈസ്മെൻറ്റ് ടാക്സും GST ഇംപ്ലിമെൻ്റ് ചെയ്തതോടുകൂടെ ഇത് ടാക്സ് ഇനത്തിൽ മാറിയതുകൊണ്ട് നേരിട്ട് നമുക്ക് ലഭിക്കാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായി. പക്ഷേ ഇതിനെ മറികടക്കാനുള്ള ഈ റവന്യൂ അധികം ലഭിക്കാനുള്ള ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ടാക്സും ഈ അഡ്വർടൈസ്മെൻറ്റ് ടാക്സും നികത്താൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ആ റവന്യൂവിന് പകരമായി എന്തെങ്കിലും നൽകാനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ബില്ലോ അത്തരം പരാമർശങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിന് പരിഹാരമായി ഈ GSTയെ ഇതിന് മറികടക്കുന്നതിന് വേണ്ടി പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ടാക്സ് എന്ന് മാറ്റി അതിനെ ഫീസ് എന്നാക്കി മാറ്റി പലരും മറികടന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് ഗവൺമെൻറ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നതിന് പകരം എൻ്റർടൈൻമെൻറ്റ് ഫീസ് എന്നാക്കി മാറ്റി അതിപ്പോഴും ചുമത്തി വരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് ലഭിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരം യാതൊരു നിർദ്ദേശങ്ങളും ഈ ബില്ലിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല സർ, ഈ ലൈഫ് പദ്ധതി നമുക്കറിയാം അല്ലേ, ഞാനും ഒരു 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഓരോ വർഷവും 150-200 പേർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അത്രമാത്രം തുക ഈ പ്ലാൻ പദ്ധതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലൈഫ് പദ്ധതി
ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ബാങ്കിൽ നിന്നും കടമെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം 2 ലക്ഷം രൂപ ആകെ കൊടുക്കുന്ന 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയോളം ലോണാണ്. ആ ലോൺ കടമെടുക്കുകയാണ് പഞ്ചായത്ത്. ആ കടമെടുത്ത കാശ് പിടിച്ചിട്ടാണ് പദ്ധതി വിഹിതം കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവർക്ക് ലഭിക്കേണ്ട തുകയിൽ നിന്ന് വലിയൊരു സംഖ്യ മാറ്റിയിട്ടാണ് പദ്ധതി വിഹിതമായി തന്നെ അവർക്ക് ലഭിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, അതേപോലെ തന്നെ ഈ നമ്മളൊരു പദ്ധതി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി DPC അംഗീകരിച്ച് പദ്ധതി ടെൻഡർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നടത്തിയാൽ പറഞ്ഞ തുക ഈ വിഹിതമായി പലപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, അത് പലപ്പോഴും ആ ഫണ്ട് കൊടുക്കാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മാത്രമല്ല അത് സ്പില്ലോവറാക്കും എന്ന് പറയുന്നു. ഇവിടെ 110% കണക്ക് പറഞ്ഞു. 20% കൂടുതൽ സ്പില്ലോവറാക്കാൻ കഴിയില്ല. 20 ഇനി സ്പില്ലോവർ ആക്കി കഴിഞ്ഞാൽ തന്നെ അത് അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്ന് അത് വീണ്ടും പോവുകയാണ്. അഡീഷണലായിട്ട് ആ തുക നൽകുന്നില്ല. അതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊന്നാണ്. അത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും തന്നെ യാതൊരുവിധ പരാമർശങ്ങളും അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ബില്ലിൽ ഒരു ഭേദഗതിയായി പറഞ്ഞിരിക്കുന്നത് 188 വകുപ്പിനെ കുറിച്ച് 5ാമത്തെ ഭേദഗതിയായി പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തര വിജിലൻസും മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തും. എന്തിനു പകരം? പെർഫോമൻസ് ഓഡിറ്റിന് പകരമായി. പെർഫോമൻസ് ഓഡിറ്റ് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഭയമുള്ളൊരു കാര്യമായിരുന്നു പെർഫോമൻസ് ഓഡിറ്റ്. ഒരു 5 വർഷത്തെ പെർഫോമൻസ് ഓഡിറ്റ് അത് എങ്ങനെ ആയിരിക്കുമെന്ന ആശങ്കയുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരുന്നു ഞങ്ങൾ ഓരോ പദ്ധതി ചെലവുകളും ഞങ്ങളൊക്കെ നടത്തിയിരുന്നത്. മാത്രമല്ല, പെർഫോമൻസ് ഓഡിറ്റ് കേവലം ഓഡിറ്റ് നടത്തി പോവുക മാത്രമല്ല, അവർ കൃത്യമായ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് തന്നിരുന്നു. ആ മാർഗനിർദ്ദേശം തന്നിരുന്ന ആ പെർഫോമൻസ് ഓഡിറ്റിനെ പൂർണ്ണമായും വധ്യംകരിച്ച് അതിനെ ഇല്ലാതെയാക്കി, അതിനെ മൃതപ്രായമാക്കി, ആരാണോ കാശ് തരുന്നത് അവരെ തന്നെ വിജിലൻസായി മോണിറ്ററിംഗ് സംവിധാനമായി ഉപയോഗിക്കുന്നു എന്നത്, ആരാണോ കാശ് തരുന്നത് അവർ തന്നെ അന്വേഷിച്ചാൽ മതി എന്ന രൂപത്തിലേക്ക് വരുന്നത് താഴെ തട്ടിലേക്ക് ഒരു അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് താഴെ തട്ടിലേക്ക് കൊടുക്കുന്ന ഒരു അധികാരത്തെ കൂടി തിരിച്ചു പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അധികാര വികേന്ദ്രീകരണമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ളം കൈയിലേക്ക് സ്വാംശീകരിക്കുന്ന അധികാര കേന്ദ്രീകരണമാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അധികാരം കവർന്നെടുക്കുന്നൊരവസ്ഥാ വിശേഷമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പഞ്ചായത്തുകളുടെ ധനവിനിയോഗം, പദ്ധതിയുടെ നടത്തിപ്പ്, നികുതി പിരിവ് എന്നിവിടെ കൃത്യമായി അവലോകനം നടത്തിയിരുന്നു. മാത്രമല്ല, പാകപ്പിഴ കണ്ടെത്തിയാൽ അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ അവർ ഞങ്ങൾക്ക് നൽകുമായിരുന്നു. പണാപഹരണം, പാഴ്ചെലവ്, ധനദുർവിനിയോഗം, അഴിമതി എന്നിവ കണ്ടെത്തിയാൽ അതിനെ തടയാനുള്ള സംവിധാനം പലപ്പോഴും ഈ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നതാണ് അതിൽ യഥാർത്ഥത്തിൽ അവസ്ഥാവിശേഷം. പക്ഷേ അതിനൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് ആ അധികാരങ്ങൾ മുഴുവൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എടുക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, വിജിലൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വിജിലൻസിനെ രാഷ്ട്രീയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ വിരോധം നിലനിർത്തിക്കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരെയൊക്കെ വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കി പലപ്പോഴും ഒന്നുമില്ലാതെ കോടതിയിൽ പോയാൽ അത് തിരിച്ച് വരുമെന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി പലപ്പോഴും ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ, ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അവർക്ക് ഏറ്റവുമുള്ള അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇമേജാണ്. ആ ഇമേജ് നഷ്ടപ്പെടുത്താൻ വെറുതെ ഒരു ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു കാലത്തുകൂടിയാണ് വീണ്ടും ഈ പഞ്ചായത്തുകൾക്ക് നൽകിയ അധികാരത്തിൽ കൂടി ഇതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു വിജിലൻസും ഈ ഒരു പ്രത്യേക മോണിറ്ററിങ്ങും ഉണ്ടാക്കുമെന്ന് പറയുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് ഈ കഴിഞ്ഞ കാലത്ത് നടന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതെയാക്കാനുള്ള ഒരു നടപടിയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല സർ, ഇവിടെ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നു. സോഷ്യൽ ഓഡിറ്റ് ആരാ നടത്തേണ്ടത്?
സോഷ്യൽ ഓഡിറ്റ് സർക്കാരാണോ സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടത്? ഒരു അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി താഴെ തട്ടിലേക്ക് കൊടുക്കുന്ന അധികാരത്തെ, ആ അധികാരത്തിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടത് ഈ മുകളിലുള്ള ഗവൺമെൻറ്റാണ് എന്ന് പറയുന്നത് എന്ത് അധികാര വികേന്ദ്രീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈക്രോ ലെവൽ പ്ലാനിംഗ് സിസ്റ്റത്തിൽ കൂടി, ഒരു താഴെ തട്ടിലേക്കുള്ള സിസ്റ്റത്തിൽ കൂടി അതിൽ ഇടപെടാനുള്ള സർക്കാരിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ നിയമം കൊണ്ടും ഈ ഭേദഗതി കൊണ്ടും വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമുക്കറിയാം സർ, നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടത്തി, വിശദമായ പദ്ധതി ചർച്ചകൾ നടത്തി, വികസന സെമിനാറുകൾ നടത്തി, പല പദ്ധതികളെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും ഉണ്ടാവും. അതിൽ വളരെ കുറച്ച് മാത്രമാണ് പദ്ധതിയായിട്ട് നമുക്ക് അംഗീകരിച്ച് കിട്ടുക. ബാക്കി 10-70% പലപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. പലപ്പോഴും ഒരു നാടിൻ്റെ, ഒരു പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ ആവശ്യങ്ങളുടെ 10-20% അല്ലെങ്കിൽ 10-30% മാത്രമാണ് പദ്ധതിയായി ഒരു പഞ്ചായത്തിന് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി തുക മുഴുവൻ എവിടെയും പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. ആ പദ്ധതിയെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തിയിട്ടും ആ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഈ താഴെത്തട്ടിൽ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചോടുകൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവരെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു വലിയ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചോടുകൂടി ഇത്തരം വിനിയോഗങ്ങൾ നടത്താൻ, ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അത് നടപ്പിലാക്കാൻ അതിനു വേണ്ട സംവിധാനം, താഴെ തട്ടിലേക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുക എന്നതാണ് വേണ്ടത്. അതിന് പകരം ഇവിടെ നടക്കുന്ന സംവിധാനം അത് തിരിച്ചെടുക്കുക എന്നതാണ് ഈ ഭേദഗതിയിലൂടെ കടന്നു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമല്ല സർ, ഈ ജനകീയാസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ അന്ന് നൽകിയ UDF ഗവൺമെൻറ് നൽകിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി തിരിച്ചു പിടിക്കുന്ന ഒരു സംവിധാനമാണ് പിന്നീട് കണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തിനേറെ അതിനുശേഷം അന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇത്ര വകുപ്പുകളെ താഴെ തട്ടിലേക്ക് കൊടുക്കുന്നു, ഇനി കൂടുതൽ കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് താഴെ തട്ടിലേക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പലതും തിരിച്ചു പിടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. എന്തിനേറെ സർ, ഒരു ഗ്രാമത്തിൽ ഒരു ബാർ ലൈസൻസ് അനുവദിക്കാൻ ഒരു കള്ള് ഷാപ്പ് വന്നാൽ പ്രാദേശികമായി പഞ്ചായത്തുകളുടെ കൺസെന്റ് വേണമെന്നൊരു നിയമം UDF ഭരണകാലത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അതും എടുത്തു കളഞ്ഞു. ആർക്കും എവിടെ വേണമെങ്കിലും എന്തും ചെയ്യാവുന്ന അന്തരീക്ഷം ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ഒരു ഭേദഗതിയായിട്ടാണ് ഞാനിതിനെ പരിഗണിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ പ്രസംഗം എന്ന നിലയ്ക്ക് ഞാൻ കൂടുതൽ സമയം കവർന്നുകൊണ്ട് സാറിൻ്റെ വിളികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ല. എന്തൊക്കെയായാലും മാത്രമല്ല, ഇവിടെ പഞ്ചായത്തുകൾക്ക് അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഇപ്പം ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻമാർക്ക് ഒരു ചെറിയ സൗകര്യം മുനിസിപ്പൽ ആക്റ്റിലുണ്ട്. ആ ആക്ട് പ്രകാരം ഇപ്പം നമുക്ക് അടിയന്തരമായി എന്തെങ്കിലും തുക അനുവദിക്കണമെങ്കിൽ മുനിസിപ്പൽ ചെയർമാന് മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി കൂടാതെ തന്നെ, മുനിസിപ്പൽ കൗൺസിൽ കൂടാതെ തന്നെ ചെയർമാന് നേരിട്ട് അത് അനുവദിക്കാനും പിന്നീട് ചേരുന്ന സാധാരണ യോഗത്തിൽ അത് അംഗീകരിച്ച് ബോർഡ് യോഗത്തിൽ അത് അംഗീകരിപ്പിക്കാനുമുള്ള ഒരവസരമുണ്ടായിരുന്നു. പക്ഷേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അങ്ങനെ യാതൊരു അവസരങ്ങളുമില്ല. ഒരു വീടിൻ്റെ മുകളിലേക്ക് ഒരു കാറ്റടിച്ചൊരു മരം വീണാൽ പോലും അതിൻ്റെ തുക പോലും സ്വന്തം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം പഞ്ചായത്തുകൾക്കുണ്ട്. അതുകൊണ്ട് ഈ മുനിസിപ്പൽ ചെയർമാൻമാർക്ക് കൊടുത്ത അതേ അധികാരം, ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരം അവർക്ക് നൽകിയ അധികാരം അത്യന്താപേക്ഷിതമായ ഇത്തരം ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ആ തുക വിനിയോഗിക്കാനും പിന്നീട് കൂടുന്ന സാധാരണ ഭരണസമിതി യോഗത്തിൽ വെച്ച് അത് അംഗീകരിക്കാനുമുള്ള ഒരു നിയമനിർമ്മാണം കൂടി, ഒരു ഭേദഗതി കൂടി ഇത് ഉൾപ്പെടുത്തണമെന്നാണ് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. താങ്ക് യു ഷൗക്കത്ത്. അടുത്തതായി കടകംപള്ളി സുരേന്ദ്രൻ. 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ ഈ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് സാർ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു കാൽവയ്പായിരുന്നു അധികാര വികേന്ദ്രീകരണം എന്നുള്ളത്. സാർ, അതിന് നിശ്ചയമായിട്ടും
നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് തന്നെയാണ്, 57 ഗവൺമെൻറ്റിനോട് തന്നെയാണ്, VMSനോട് തന്നെയാണ്. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുകയും അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയും ചെയ്തത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. സാർ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല സാർ. അത് ജനങ്ങൾക്ക് അധികാരം കൈമാറാനുള്ള ഒരു ദാർശനികമായിട്ടുള്ള പ്രതിബദ്ധതയാണ്. അങ്ങനെയാണ് ഇടതുപക്ഷം അധികാര വികേന്ദ്രീകരണത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. സാർ, ജനകീയാസൂത്രണമായിരുന്നു അധികാര വികേന്ദ്രീകരണത്തിന് അടിസ്ഥാനമായിട്ട് വർത്തിച്ച സുപ്രധാനമായിട്ടുള്ള ഘടകം. സാർ, അത് വിഭവ വിനിയോഗത്തിലുള്ള പ്രാദേശിക അധികാരം തന്നെയായിരുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 35% മുതൽ 40% വരെ തദ്ദേശ സ്ഥാപനങ്ങൾ കൈമാറാൻ അക്കാലത്ത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സാർ. ഇത് പ്രാദേശിക വികസന പദ്ധതികൾ ജനകീയമായി ആസൂത്രണം ചെയ്യാനുള്ള അധികാരം താഴെ തട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. സാർ, ബഹുമാനപ്പെട്ട നിലമ്പൂർ അംഗം ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായി സംസ്ഥാന പദ്ധതി വിഹിതം നൽകിയതിനെ സംബന്ധിച്ച് ഇവിടെ നടത്തിയ പരാമർശം ശരിയായിരുന്നോ എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സാർ, 2011 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ബജറ്റ് വിഹിതത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് വിഹിതത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് നീക്കിവെച്ചത് 18,904.75 കോടി രൂപയായിരുന്നെങ്കിൽ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2021 വരെ 33,130.50 അത്രയും തുക പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായിട്ട് നീക്കിവെക്കുകയുണ്ടായി. സാർ, ശരാശരി 24% ഇടതുപക്ഷ ഗവൺമെൻറ് 2016 ഗവൺമെൻറ് പദ്ധതി വിഹിതമായിട്ട് താഴേക്ക് കൊടുത്തു എന്നുള്ളത് കണക്കുകൾ പറയുന്നൊരു വസ്തുതയാണ്. അങ്ങത് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. സാർ, ലഭ്യമായിട്ടുള്ള കണക്കുകൾ പൊതുവെ പരിശോധിക്കുമ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഫലപ്രദമായിട്ട് പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സാർ, കേരളത്തിലെ ഏതാണ്ട് 82.78% പദ്ധതി വിഹിതം നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന പദ്ധതികൾ പ്രാദേശികമായിട്ട് രൂപീകരിക്കാനും അവ ഫലപ്രദമായിട്ട് പ്രാവർത്തികമാക്കാനും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കും അതുപോലെ മറ്റു തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. സാർ, അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ അത് വെറും ഭരണപരമായ മാറ്റമായി ഒതുങ്ങിയിരുന്നില്ല സാർ. സാർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. സ്ത്രീ ശാക്തീകരണം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിരുന്നു. സാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സാർ, കുടുംബശ്രീയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ DK മുരളി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വലിയൊരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീ വളർന്നു. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് സാർ. 98 ഗവൺമെൻറ് 98 മലപ്പുറത്ത് നടപ്പിലാക്കിയ ഒരു ചെറിയ പ്രോജക്റ്റ് അത് വളർന്ന് വികസിച്ച് ഇന്നേതാണ്ട് 1/2 കോടിയിലധികം അംഗങ്ങളുള്ള മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. സാർ, ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മറ്റ് സംസ്ഥാനങ്ങൾ പോലും അനുകരിക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ ഒരു ബദലെന്നുള്ള നിലയിൽ ഇന്ന് ലോകം കാണുന്നുണ്ട്. സാർ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചു നവംബർ 1 പുതിയ കേരളപ്പിറവി ദിനത്തിന് ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക്, സാർ അതിദാരിദ്ര്യമല്ല സാർ, ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ ഒറ്റപ്പെട്ട ഒരു സംസ്ഥാനമായി, ഒരു പ്രത്യേകതയുള്ള സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് മാറാൻ വേണ്ടി പോവുകയാണ്. സാർ, ഈ കുടുംബശ്രീ അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ജനാധിപത്യവൽക്കരണം, അതിൻ്റെ ജനകീയമായിട്ടുള്ള അടിത്തറയെ വികസിപ്പിക്കൽ, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സതുദ്ദേശപരമായിട്ടുള്ള സജീവമായിട്ടുള്ള ഇടപെടൽ, ഇതിൻ്റെ എല്ലാം ഭാഗമായി സാർ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏതെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും രാജ്യത്തുണ്ടായാലും അതിനെയെല്ലാം നേരിടാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ നഗരസഭയൊക്കെ മാറി എന്നുള്ളതാണ്. സാർ, 2018 മഹാപ്രളയം, 19 മഹാമാരി, 20 മുതൽ നമ്മുടെ രാജ്യം അനുഭവിച്ചതായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനം നേരിട്ടതായിട്ടുള്ള കോവിഡ്, ഇതിനെല്ലാം നേരിടാൻ യഥാർത്ഥത്തിൽ
നമ്മുടെ സംസ്ഥാനത്തിനെ പ്രാപ്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ സ്വയം ശക്തി ആർജിച്ചതായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തുകളും നഗരസഭകളുമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സാർ. സാർ, കേരളത്തിലെ ഈ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതിന് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോവാണ്, അട്ടിമറിക്കുന്നതിന് വേണ്ടി UDF നടത്തിയ പരിശ്രമങ്ങളെ നമ്മൾ കാണാതെ വെക്കൂടെ സാർ. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ UDF എല്ലാ കാലത്തും അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 91 ജില്ലാ കൗൺസിലുകളുടെ പിരിച്ചുവിടൽ നമുക്ക് ഓർമ്മയുണ്ട് സാർ. അന്ന് ശ്രീ കരുണാകരനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന UDFൻ്റെ ഗവൺമെൻറ് ആദ്യം ചെയ്ത നല്ല പണിയെന്ന് പറയുന്നത് വളരെ വലിയ പിന്തുണയോടുകൂടി ജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൗൺസിലുകൾ പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു സാർ. അധികാരം ജനങ്ങളിലേക്ക് എത്തുന്നതിനെ എല്ലാ കാലത്തും UDFും കോൺഗ്രസും ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ് സാർ. അവർ ജനങ്ങളുടെ വിധിക്ക്, ജനകീയ വിധിക്ക് വില കൽപ്പിക്കാതിരിക്കുന്ന സമീപനം തന്നെയായിരുന്നു സാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരമൊരു രാഷ്ട്രീയ മുന്നണിയാണ് സാർ ദൗർഭാഗ്യവശാൽ UDF എന്ന് പറയേണ്ടി വരുന്നതിൽ യഥാർത്ഥത്തിൽ ഖേദമുണ്ട് സാർ. കുടുംബശ്രീയെ തന്നെ തകർക്കാനായിട്ട് അവർ നടത്തിയ പരിശ്രമം നമുക്കറിയാം. 2011 കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ MM ഹസൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാർ ഒരു ജനശ്രീ എന്ന് പറയുന്ന ഒരു സമാന്തര സംവിധാനം രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നബാർഡിൻ്റെയും, അന്ന് സെൻട്രലിൽ ചില സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്, കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് സാർ. അതിലൂടെ പണം ജനശ്രീയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അവർ നടത്തിയ ശ്രമം സാർ നമ്മുടെ നാടിലെ ഒരു കറുത്ത അധ്യായമാണ്. അതിനെതിരെ കുടുംബശ്രീ പ്രവർത്തകർ 10 ദിവസക്കാലം ഈ തലസ്ഥാന നഗരിയിൽ നടത്തിയ സാർ, എനിക്ക് തോന്നുന്നു രാപ്പകൽ സമരത്തിന് രൂപം കൊടുത്തത് അന്ന് ഈ കുടുംബശ്രീ പ്രവർത്തകരാണ്. രാവും പകലും 10,000-കണക്കായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഈ അന്നത്തെ മന്ത്രിമാർക്കും മറ്റുമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞു നടത്തിയ സമരം ഇവരെ ഇരുത്തി ചിന്തിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് സാർ പിന്നീട് കുടുംബശ്രീയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ടാണ് കോൺഗ്രസ് തയ്യാറായത് സാർ. പിന്നീട് ഇവർ ചെയ്ത തദ്ദേശഭരണ വകുപ്പിനെ എല്ലാം ഇവർ ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഒരു ഗവൺമെൻറ് കാലത്ത് മൂന്നായിട്ട് വെട്ടിമുറിച്ചു. രണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മൂന്നായിട്ട് വെട്ടിമുറിച്ചു. ഒന്ന് KC ജോസഫിനും അതുപോലെ മറ്റു ചില നേതാക്കന്മാർക്കും, മഞ്ഞളാംകുഴിയാരി, പിന്നെ മുനീറിന്, ഇങ്ങനെ 2-3 ആളുകൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ വകുപ്പിനെ, ഒരു വലിയ പ്രസ്ഥാനത്തെ, ഒരു വലിയ ഒരു രാഷ്ട്രീയ ചിന്തയെ വെട്ടിമുറിച്ച കൂട്ടരാണ് UDF എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ പോലും വെട്ടിമുറിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് സാർ. ബഹുമാനപ്പെട്ട കോടതിയിൽ പോയിട്ടാണ് തിരുവനന്തപുരം നഗരസഭയെ വെട്ടിമുറിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഗവൺമെൻറ് ഒന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് ഇടയായത് സാർ. ഞാൻ തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തോ ലോകത്തിനോ തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു BA 2ാം വർഷ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, ഒരു 21 വയസ്സുകാരിയെ, ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അക്കാലത്ത് കുമാരി ആര്യ. അവരെ ഈ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി തീരുമാനിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു സാർ. 21 വയസ്സുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നുള്ള ഒരു മിനിമം പരിഗണന പോലും കൊടുക്കാതെയാണ് സാർ കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് അവരെ വ്യക്തിപരമായി തന്നെ ഇവിടെ ഒരു ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് പോലെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് സാർ കോൺഗ്രസ് മാത്രമല്ല സാർ, BJPയും കോൺഗ്രസും അവിടെ ഇരട്ട കുട്ടികളെ പോലെയാണ്. സയാമീസ് ഇരട്ടകളെ പോലെയാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് സാർ അവിടെ സമര പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ. തിരുവനന്തപുരം നഗരസഭ ഏതാണ്ട് 5 വർഷം തികയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ സാർ 5000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരസഭ നടത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചു സാർ തിരുവനന്തപുരം നഗരസഭയിൽ. 250 കോടി ചെലവിൽ തൈക്കാട് വെള്ളയമ്പലം റോഡ് ഉൾപ്പെടെ നഗരത്തിലെ 75 റോഡുകളെ സ്മാർട്ട് റോഡുകളായിട്ട് ഉയർത്തി സാർ. ആ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴായിരുന്നു ചില മാധ്യമങ്ങളെല്ലാം പൊക്കിയെടുത്തു കൊണ്ടുപോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല സാർ. ഇപ്പോൾ രാജകീയമായിട്ടുള്ള വീതിയായിട്ട് അത് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും കുറ്റപ്പെടുത്താനൊന്നും സാധിക്കുന്നില്ല സാർ. പ്രധാനപ്പെട്ട 100 നഗരസഭാ റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 100 കോടി രൂപയുടെ പദ്ധതി നടന്നു വരികയാണ് സാർ. അത് പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്
സർ അതുപോലെ തന്നെ മെയിൻ ഓഫീസ് തമ്പാനൂർ, പാളയം എന്നിവിടങ്ങളിൽ MLCP സംവിധാനം പൂർത്തിയായി. സർ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഈ പ്രധാനപ്പെട്ട നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൂടെ ഈ സഭ അറിഞ്ഞിരിക്കേണ്ടതാണ്. സർ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. സർ മെഡിക്കൽ കോളേജ്, പുത്തരിക്കണ്ടം, വാണിയംകുളം എന്നിവിടങ്ങളിൽ MLCPയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. സർ അതുപോലെ പാർക്കുകൾ, പൊന്നറ ശ്രീധർ പാർക്ക്, പുത്തരിക്കണ്ടം പാർക്ക്, ശ്രീ ചിത്രനാൾ പാർക്ക്, ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ഉൾപ്പെടെ 25 പാർക്കുകളെ പുനരുജ്ജീവിപ്പിച്ച് മികച്ച നിലവാരമുള്ള പാർക്കുകളാക്കി രൂപാന്തരപ്പെടുത്തി. സാർ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള പാർക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സാർ സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായിരുന്നു ഒരു കാലത്ത് ഈ പാർക്കുകൾ. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ കുടുംബസമേതം കുട്ടികളും അമ്മമാരും എല്ലാം തന്നെ പാർക്കിൽ പോയി ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. സാർ 100 കോടി രൂപ ചെലവിൽ സീറോ കാർബൺ പ്ലാന്റ് പദ്ധതിയുടെ ഭാഗമായി സർ 115 വൈദ്യുതി ബസ്സുകൾ ഇന്ന് നഗരത്തിൽ സർവീസ് നടത്തുകയാണ്. സാർ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. സാർ അത് പിന്നെ 125 കോടി രൂപ ചെലവിൽ 17,000 കിലോ വാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും. സാർ ഒരു മിനിറ്റ് കൂടി സാർ. ഇതുവഴി നഗരത്തിലെ സാർ ഒരു പെൺകുട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭയുടെ ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങളാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ, ഈ സഭയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് അല്പദയ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ബില്ലിൻ്റെ കാര്യം കൂടി ആയതുകൊണ്ട് അങ്ങേക്ക് അത് കാണിക്കാവുന്നതാണ്. അത്രയേറെ വലിയ വികസന പ്രവർത്തനം നടക്കുകയും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സാർവദേശീയമായിട്ടും ദേശീയമായിട്ടും 25ഓളം വരുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മികവാർന്ന പ്രവർത്തനത്തിന് 25ഓളം വരുന്ന അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു തദ്ദേശഭരണ സ്ഥാപനം ഈ തലസ്ഥാന നഗരിയിൽ ഈ നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ഏതാണ്ട് 10 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന 1 ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം വന്നുപോയി വരുന്ന അതിൻ്റെതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലുള്ള സംഗതികൾ നടക്കുന്ന അവിടെയെല്ലാം ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ എൻ്റെ ഭേദഗതികൾ അവതരിപ്പിക്കുന്നു. 158 വകുപ്പ് ഭേദഗതി പഞ്ചായത്തിൻ്റെ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനും സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതും സർക്കാരിന് അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്നും 220A വകുപ്പ് പ്രകാരം പൊതു തെരുവിൽ തടസ്സമുണ്ടാക്കുന്ന തടയുന്നതിന് ഫീസിൻ്റെ രീതി നിർണ്ണയിക്കുന്നതിനും സർക്കാരിന് അധികാരപ്പെടുത്തുന്നു എന്നതാണ് ഭേദഗതികൾ. ഞാനിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽ കുറച്ച് കാര്യങ്ങൾ പെടുത്താനുള്ളത്. ഒന്ന്, 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ തുടർച്ചയെന്നോണം 994 കാസർകോട്ടുകാരനായ അന്നത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ CT അഹമ്മദ് അലി ഈ സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. 995 PKK ബാവ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന സമയത്ത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി പുതിയ അധികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോക്കൽ ബോഡീസ് ഗാന്ധി ജയന്തി ദിനമായ ഒരു ഒക്ടോബർ 2-ാം തീയതി 995 കേരളത്തിൽ അധികാരം ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോൾ നാളെ 2 ദിവസം പിന്നിട്ടാൽ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3 പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ്. ഈ 3 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ സഭയിൽ ഇത് ചർച്ച ചെയ്യുന്ന ഭേദഗതികളുടെ ചർച്ച എന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് എക്കാലവും മാതൃകയായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പുതിയൊരു ഇലക്ഷന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നു. അടുത്ത മാസം സംവരണം കൂടെ അറിയുന്നതോടുകൂടി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ലോക്സഭാ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി അത്യുജ്വല വിജയം നേടിയതുപോലെ 2026 ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ UDFൻ്റെ 100 സീറ്റിലേക്കുള്ള യാത്രയിലെ അത്യുജ്വല റിസൾട്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF നേടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ 10-15 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാരഥ്യം വഹിച്ചതിന് ശേഷമാണ് സഭയിലെത്തുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒന്ന് മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗ്രാമസഭയ്ക്കൊക്കെ പോകുമ്പോൾ ഗ്രാമസഭയുടെ അവസ്ഥ അതിദയനീയമാണ്. ഡോക്ടർ MK മുനീർ സാഹിബ് മന്ത്രിയാകുമ്പോൾ ഇപ്പോഴും കേരളീയർ എന്നും ഓർക്കുന്ന ഒരു യാത്രയുണ്ട്. മുനീർ സാഹിബ് കേരളത്തിൽ നടത്തിയ ഗ്രാമയാത്ര.
ഗ്രാമസഭകളെ ശാക്തീകരിക്കാൻ നടത്തിയ യാത്രകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സത്യത്തിനും ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ കാലയളവിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ഫണ്ട് വെട്ടിക്കുറച്ച്, അധികാരങ്ങൾ കവർന്ന് ഫണ്ട് വെട്ടിക്കുറച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ താളം തെറ്റി സഞ്ചരിച്ച ഒരു കാലയളവിന് ശേഷമാണ് ഈ 5 വർഷം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പൂർത്തീകരിക്കുന്നത്. അതിൽ UDFൻ്റെ കാലയളവിലൊക്കെ 25% ബജറ്റിൽ പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത് നമുക്ക് രേഖയിൽ കാണാൻ കഴിയും. ഇപ്പോൾ 18% താഴെയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് പോലും ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചു, അധികാരങ്ങൾ കവർന്ന്, എല്ലാത്തിനേക്കാളും നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാവരും MLAമാരാണ്. നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഇരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കടം പറയാൻ വരാറുണ്ട്, നമ്മൾ നിസ്സഹായരായി നിൽക്കാറുണ്ട്. ലൈഫിലേക്ക് സർവേ നടന്ന് 2020 അന്ന് റേഷൻ കാർഡ് നിർബന്ധമാക്കിയിരുന്നു. വീടില്ലാത്തവർ എങ്ങനെ റേഷൻ കാർഡ് സംഘടിപ്പിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. 2025 5 വർഷം പൂർത്തിയാകുന്ന സമയത്തും ഇപ്പോഴും അന്ന് അതിനുശേഷം റേഷൻ കാർഡ് നേടിയ ആളുകൾക്ക് ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ കയറാൻ കഴിയാത്ത ദയനീയമായ ഒരവസ്ഥ നമ്മളെപ്പോലെയുള്ള MLAമാർ ദിനേന അനുഭവിക്കുന്ന കാര്യമാണ്. PMAയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച് സമ്പൂർണ്ണമായി അട്ടിമറിച്ചു. ലൈഫിൽ നിന്നുള്ള ലിസ്റ്റ് മാത്രം VAമാരെ കൊണ്ട് ഡാറ്റ എൻട്രി നടത്തി പൂർത്തീകരിച്ച ഒരവസ്ഥ. ആ കാരണം കൊണ്ട് വലിയ രീതിയിൽ അർഹരായ പലരും ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ ഒരവസ്ഥ കാണുന്നുണ്ട്. ഞാൻ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ സമയത്ത് SC/ST വിഭാഗത്തിന് വളരെ സന്തോഷത്തോടു കൂടി നറുക്കെടുപ്പ് നടത്തുന്ന ഒരു പ്രസിഡന്റിൻ്റെ ഒരു ദിവസമുണ്ടാകും. അത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായി ആ വിഭാഗങ്ങൾക്ക് വീട് ലഭിക്കുന്ന ഒരു ദിവസം. ആ നറുക്കെടുത്തതിന് ശേഷം അവരുടെ സന്തോഷമൊക്കെ നേരിട്ട് കണ്ട ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്നതൊക്കെ ഓർമ്മകളായി മാറി. SC/ST വിഭാഗത്തിന് ഈ ലൈഫിൻ്റെ വരവോടുകൂടി കൂടുതൽ കഷ്ടതയിലേക്കും പ്രയാസത്തിലേക്കും പോകുന്ന ഒരവസ്ഥ ആ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുഹമ്മദ് അഫ്രാസ് എന്ന് പറയുന്ന 5 വയസ്സിലെ പുരുഷൻകോടിയിലെ ഒരു കുട്ടിയെ കാണാൻ പോയി. നായ ആ കുട്ടിയുടെ വായിലിങ്ങനെ കടിച്ചു കൊണ്ടുപോയി ഓപ്പറേഷൻ നടന്ന വീട്ടിലാണ്. അബൂബക്കർ റഫാൻ എന്ന് പറയുന്ന വസബട്ടുവിലെ 10 വയസ്സിൻ്റെ ഒരു കുട്ടിയുടെ അവസ്ഥ അതേപോലെ. ഹൈൽ എന്ന് പറയുന്ന മച്ചമ്പാടി കോടിയിലെ 9 വയസ്സുകാരനും മുഹമ്മദ് ജസീൽ എന്ന് പറയുന്ന 4 വയസ്സുള്ള ചെറിയ കുട്ടി കേറുക്കട്ടയിലെ ഈ 4 കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ MLA എന്ന നിലയ്ക്ക് നമ്മൾ കോടതി വിധിയും കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ MLA എന്ന് അവർ MLA അല്ലേ എന്ന ആക്രോശത്തോടു കൂടി ചോദിക്കുന്നതും സമരങ്ങളും വാർത്തകളൊക്കെ നമ്മൾ നേരിട്ട് കാണുകയാണ്. കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലാണ് ഈ ഭേദഗതി നടക്കുന്നത്. തീർച്ചയായും ഒരു ദുരന്തമായി പ്രഖ്യാപിച്ച് ഈ പട്ടിശല്യത്തിൻ്റെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടാൻ ബഹുമാന്യ മന്ത്രി തയ്യാറാകണമെന്നുള്ള ഒരഭ്യർത്ഥന ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഉണർത്തുകയാണ്. അദ്ദേഹം ഇടപെട്ടില്ല എന്ന് പറയുന്നില്ല. തീർച്ചയായും അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഇത് രൂക്ഷമാവും. ഒരുപാട് ആളുകൾ പട്ടിശല്യത്തിലൂടെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ നേരിട്ട് അനുഭവിക്കുകയാണ്. സർ, ഈ 2 ഭേദഗതികളിലും പ്രധാനമായും പറയുന്നത് ഗവൺമെൻറ്റിന് ചില അധികാരങ്ങൾ നൽകുന്നതാണ്. അധികാര കേന്ദ്രീകരണമാണ് നടക്കുന്നത്. സർ, അങ്ങനെ ചെയ്താൽ ഇപ്പോൾ സെക്രട്ടറി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അത് ഭരിക്കുന്ന ഗവൺമെൻറ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ ഒരു തത്വദീക്ഷയുമില്ലാതെ മാറ്റുക, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ നിയമിക്കുക. ഇത് നമ്മൾ കാണുന്ന ഉദാഹരണമായി സർ, മഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷമായി ഇൻചാർജാണ്, പുതിയ സെക്രട്ടറിയെ നിയമിച്ചില്ല. ഈ അടുത്തൊരു സെക്രട്ടറിയെ നിയമിച്ചു. അദ്ദേഹം ചാർജ് എടുക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റി. ഇപ്പോൾ പുതിയ സെക്രട്ടറി വന്നു, ഒരു മാസമായില്ല, അദ്ദേഹത്തെ വീണ്ടും മാറ്റി. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരം ഗവൺമെൻറ്റിൽ കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കുന്ന നടപടിയായിരിക്കും. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായും. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെയൊക്കെ കാസർഗോഡ് ജില്ലയിൽ ഒഴിഞ്ഞ കസേരകളാണ്. സംസ്ഥാനത്ത് ശിക്ഷിക്കപ്പെട്ട ആളുകൾ, അഴിമതി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തട്ടാനുള്ള കുപ്പത്തൊട്ടിയായി കാസർഗോഡ് പലപ്പോഴും മാറുന്നുണ്ട്. ഇപ്പോൾ UDFൻ്റെ കാലയളവിൽ
9 വർഷമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് LDFൻ്റെ ഒരു തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. UDFൻ്റെ കാലയളവിൽ 1000 ക്ലറിക്കൽ തസ്തികകളാണ് സൃഷ്ടിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറിമാർ സൃഷ്ടിച്ചു. കരാറടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. MLA ഫണ്ട് പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. AEമാരില്ല, ORCRമാരില്ല. വലിയ ദയനീയമായ ഒരവസ്ഥയാണ് ഈ മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, ഈ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ 5 വർഷത്തെ കാലയളവിൽ മാത്രം കെട്ടിട നികുതി ഇത്രമാത്രം വർദ്ധിപ്പിച്ച ഒരു കാലയളവുണ്ടായിട്ടില്ല. പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു, ലൈസൻസ് ഫീ വർദ്ധിപ്പിച്ചു, തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചു. എന്തിനേറെ ലേബർ ടാക്സൊക്കെ സാധാരണയായി ഒരു വീടൊക്കെ നിർമ്മിച്ച ഒരു 5 വർഷത്തിന് ശേഷം അവർക്ക് വരും. അപ്പോഴാണ് അവർ ലേബർ ഓഫീസിൽ പോയി അത് കെട്ടാറുള്ളത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലെ സമീപിക്കുമ്പോൾ അതുകൂടി വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയ ഭീകരമായ, സാധാരണയായി ഒരാൾക്ക് വീട് നിർമ്മിക്കാനാണ് പലപ്പോഴും ലോൺ എടുക്കുന്നതെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ വീടിൻ്റെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് സാധാരണക്കാരെ എത്തിച്ച ഒരു കാലയളവാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുള്ളത്. അതോടൊപ്പം അതെ, സാധാരണക്കാരുടെ വീട് നിർമ്മാണത്തിന് ലോൺ എടുക്കുന്ന കാര്യമാണ്. ഇവിടെ കൊട്ടിഘോഷിക്കുന്ന ലൈഫ് ഭവന പദ്ധതി ഉണ്ടല്ലോ, അതിന് സർക്കാർ കൊടുക്കുന്നത് ആകെ 1 ലക്ഷം രൂപയാണ്. ഗ്രാമപഞ്ചായത്ത് 40,000, ബ്ലോക്ക് പഞ്ചായത്ത് 20,000, ജില്ലാ പഞ്ചായത്ത് 20,000. അത് കഴിച്ച് 2,20,000 രൂപ ഹഡ്കോയിൽ നിന്ന് പഞ്ചായത്തുകൾ വായ്പ എടുക്കണം. ആ വായ്പ തിരിച്ചടക്കണ ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് പലിശ മാത്രമേ കൊടുക്കുള്ളൂ. അത് തിരിച്ചടക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളാണ്. എന്നാൽ ഈ ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ അധികാരം പോലും ഗ്രാമസഭകൾക്കില്ല. ഇവിടെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് DK മുരളി പറഞ്ഞത് രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നമായ ഗ്രാമസ്വരാജ് നടപ്പാക്കിയത് LDF ഗവൺമെൻറ്റാണ്. വസ്തുക്കൾക്ക് നിരക്കാത്തതാണത്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, രാജീവ് ഗാന്ധിയാണ് അധികാര വികേന്ദ്ര പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. ഇവിടെ K കരുണാകരൻ മുഖ്യമന്ത്രിയും അഷറഫിൻ്റെ നാട്ടുകാരൻ CT അഹമ്മദ് അലി പഞ്ചായത്ത് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രം നടപ്പാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ UDFുമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അധികാര വികേന്ദ്രീകരണം എന്ന തത്വത്തെ അട്ടിമറിച്ച് എല്ലാം കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് പോവുകയാണ്. ഈ ഭേദഗതിയിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ മദ്യനിരോധനാധികാരം നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൈമാറിയതാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിയിരുന്ന മദ്യനിരോധന അധികാരം ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് പഞ്ചായത്ത് അധികാരം കവർന്നെടുക്കുന്ന സമീപനമാണ് ഇവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ 1-2 ബഹുമാന്യ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കേരളം പുതിയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരുങ്ങുമ്പോൾ നമുക്കറിയാം MLAമാർ തന്നെ അവരുടെ ഹോണറേറിയത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ്. പുതിയ പഞ്ചായത്ത് അംഗങ്ങൾക്ക് നല്ല രീതിയിൽ ഹോണറേറിയം നൽകുന്ന ഒരു ഇടപെടൽ കൂടി അങ്ങ് നടത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന മുമ്പിൽ വെക്കുകയാണ്. അതോടൊപ്പം മുൻ പഞ്ചായത്ത് മെമ്പർമാർക്ക് പെൻഷൻ നൽകുന്ന കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, താഴെത്തട്ടിലേക്ക് അധികാരം കൈമാറുന്നവരാണ് LDF എന്നാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ സെൻട്രലിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ വികസന സദസ്സ് നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വികസന സദസ്സ് നടത്താനുള്ള അധികാരം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ അത് അവരുടെ അധികാരമാണ്. വേണയോ എന്ന് തീരുമാനിക്കേണ്ടത് മുകളിൽ നിന്ന് സർക്കാർ LDFന് ഒരു സീറ്റ് പോലും ഇല്ലാത്തില്ലെങ്കിൽ ഒറ്റ സീറ്റുള്ള പഞ്ചായത്തിൽ പോലും നിങ്ങൾ നിർബന്ധമായും വികസന സദസ്സ് നടത്തണമെന്ന് പറയുമ്പോൾ അത് അധികാരം കവർന്നെടുക്കലല്ലേ എന്ന് ഈ സമയത്ത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭേദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി അഷ്റഫ്, വളരെ സമയകൃത്യത പാലിച്ചു. ബഹുമാന്യ മന്ത്രിക്ക് മറുപടി പ്രസംഗം നടത്താവുന്ന. സർ, ഈ ഭേദഗതികൾ 2025 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമ ഭേദഗതികൾ 2 നിയമത്തിലും കാലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ്. ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച് സെലക്ട് കമ്മിറ്റി പരിശോധിച്ച ശേഷം വീണ്ടും സഭ ഇവിടെ ചർച്ച ചെയ്യും. എന്നാൽ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനുമാവില്ല. സർ, ഇവിടെ എങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണത്തിലും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ആസൂത്രണ പ്രക്രിയയിലും കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്നത് എന്നും ലോകം തന്നെ കേരളത്തിൻ്റെ മാതൃകയെ പഠന വിഷയവും ഗവേഷണ വിഷയവുമാക്കിയത് എന്നുമൊക്കെ
ബഹുമാന്യരായിട്ടുള്ള പല അംഗങ്ങളും ശ്രീ DK മുരളി, ശ്രീ കടകംപള്ളി തുടങ്ങിയ ആളുകളെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയല്ല സർ. അധികാര വികേന്ദ്രീകരണത്തിൽ എപ്പോഴും മാതൃക ആയിട്ട് ഇന്ത്യക്ക് വഴി കാണിക്കുന്നത് കേരളമാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ കേരളീയത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ച സമയത്ത് ഈ 73-74 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന സമയത്തെ പഞ്ചായത്ത് രാജ് മന്ത്രിയായിരുന്ന ശ്രീ മണിശങ്കരയ്യരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിലക്ക് മറികടന്നുകൊണ്ടാണ് മണിശങ്കരയ്യർ അന്ന് ആ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്. അദ്ദേഹം തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹത്തോട് പാതി വഴിക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞത് എങ്ങനെയാണ് കേരളം അധികാര വികേന്ദ്രീകരണത്തിൽ ഇന്ത്യക്ക് വഴി കാണിക്കുന്നത് എന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്തുതയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരളം എന്നത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കും എന്തുകൊണ്ട് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു, അതിൻ്റെ രാഷ്ട്രീയം, സാമൂഹ്യ പശ്ചാത്തലം, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് മറ്റൊരവസരത്തിൽ പറയാം. സർ, ഇവിടെ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാഭാവികമാണല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1-2 മാസം മുമ്പാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 മാസം മുമ്പാണ്. അപ്പം ഞാൻ പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി വെടിമരുന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും തദ്ദേശ വകുപ്പിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ഏറെ ഗവേഷണം നടത്തിയിട്ടും ഈ പറഞ്ഞതൊന്നും അല്ലാതെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിന് കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചില വിമർശനങ്ങൾ ഉന്നയിക്കണം, അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ സ്വരമാണെന്ന് തോന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചു. ഞാൻ അത് മാത്രം ഒന്ന് വ്യക്തത വരുത്താൻ ആണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബഹുമാന്യനായിട്ടുള്ള നിലമ്പൂർ അംഗം ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗം നടത്തിയിട്ട് മറുപടിക്ക് അദ്ദേഹത്തെ അല്ല, അതിലൊരു അനൗചിത്യമുണ്ട്. സഭയിൽ ഒരു പ്രസംഗം നടത്തിയാൽ മറുപടി കേൾക്കാൻ അംഗം ഉണ്ടാവുക എന്നത് സാധാരണഗതിയിൽ പാലിക്കേണ്ട ഒരു ഔചിത്യമാണ്. അദ്ദേഹം വ്യക്തിപരമായി പറയുന്നതല്ല. അദ്ദേഹം ആദ്യത്തെ അംഗമായതുകൊണ്ട് ഞാനതിൽ വലിയ ആക്ഷേപവും പരാതിയും പറയുന്നില്ല. അദ്ദേഹം കൂടി കേൾക്കേണ്ടതാണല്ലോ. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം കൂടി കേൾക്കേണ്ടതല്ലേ? അദ്ദേഹം കേൾക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ്, അല്ലാണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെല്ലാം തെറ്റായിട്ട് ധരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം കേൾക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ശരി, അപ്പോൾ അതെ, സഹോദര നിർവിശേഷമായ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ശരി, അങ്ങനെ എടുക്കാം. സർ, ഇവിടെ പറഞ്ഞ ശ്രീ AK അഷ്റഫും ഇതേ ആക്ഷേപം പറയുകയുണ്ടായി. അതൊരു പൊതുപ്രസ്താവനയായിട്ട് നടത്തുകയാണ്. LDFിൻ്റെ കാലത്ത് അധികാരം കവർന്നെടുത്തു എന്നും ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ടല്ലോ സർ. 2011-12 UDF ഗവൺമെൻറ്റാണ്. എത്രയാണ് പദ്ധതി അടങ്കലിൻ്റെ കൊടുത്തത്? 24.90%. 12-13 23.04, 13-14 23.53, 14-15 23.50, 15-16 തിരഞ്ഞെടുപ്പ് വർഷം 24%. ശതമാനമാണ്, കൊടുത്ത തുകയല്ല. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുക 10 കൊല്ലം മുമ്പത്തെ തുകയായിട്ട് കണക്കാക്കുന്നു. അല്ല, ശതമാനം. ആവറേജ് എത്രയാണ് 5 വർഷത്തെ? 24.11. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുക്കൂ. 2021-22 26%, 22-23 26.50%, 23-24 27.19%, 24-25 28.09%, 25-26 28.35%. 5 വർഷത്തെ ശരാശരി എത്രയാണ്? 27.26%. നേരത്തെ ശരാശരി 24.11. അപ്പോൾ ഓരോ വർഷത്തെ കണക്കെടുത്താലും 5 വർഷത്തെ ശരാശരി എടുത്താലും ബഹുമാന്യരായിട്ടുള്ള 2 അംഗങ്ങളും പറഞ്ഞത്
വസ്തുതാവിരുദ്ധമാണ്. നേരത്തെ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതും ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് ക്രമാനുഗതമായിട്ടുള്ള വർധനമുണ്ടായത്? 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ആ ശുപാർശ അനുസരിച്ചുകൊണ്ടാണ് പദ്ധതി അടങ്കലിന്റെ 0.5% വീതം എല്ലാ വർഷവും വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന ശുപാർശ നടപ്പാക്കുന്നത്. വലിയ സാമ്പത്തിക ഞെരുക്കവും പ്രതിസന്ധിയും എല്ലാം ഉണ്ടായിട്ടും വെട്ടിച്ചുരുക്കിയില്ല എന്ന് മാത്രമല്ല, ക്രമാനുഗതമായ വർധനവ് പദ്ധതി വിഹിതത്തിന്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു എന്നത് ഈ സർക്കാരിന്റെ അധികാര വികേന്ദ്രീകരണത്തോടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞാൻ അതിന് ഈ ഒബ്ജക്ഷൻ വന്ന സമയത്ത്, തടസ്സവാദം ഉന്നയിച്ച സമയത്ത് തന്നെ, ക്രമപ്രശ്നം ഉന്നയിച്ച സമയത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ് പൂർണ്ണമായിട്ടും വന്ധ്യംകരിച്ചു എന്ന പ്രയോഗം എൻ്റേതല്ല, ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ് ആ പ്രയോഗം. സർ, പെർഫോമൻസ് ഓഡിറ്റ് നിർത്തലാക്കാൻ 2021 ബജറ്റ് പ്രസംഗത്തിലെ നിർദ്ദേശമാണ് ഖണ്ഡിക 208. ആ ബജറ്റ് ഈ നിയമസഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് 2022 25/5 ഇറങ്ങിയിട്ടുള്ളതാണ്, ഉത്തരവിറങ്ങിയിട്ടുള്ളതാണ്. ഇത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നയപരമായൊരു തീരുമാനമാണ്. എന്തിനു വേണ്ടിയാണ്? അത് ഓഡിറ്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. ഓഡിറ്റിന് ഇപ്പോൾ തന്നെ സംവിധാനമുണ്ട്. ഇപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. മാത്രമല്ല, നിയമസഭയുടെ ഒരു കമ്മിറ്റിയുണ്ട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കമ്മിറ്റിയുണ്ട്, പ്രധാനപ്പെട്ട നിയമസഭാ കമ്മിറ്റിയാണ്. ആ നിയമസഭാ കമ്മിറ്റി ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനു പുറമെ ഇന്റേണൽ വിജിലൻസ് സംവിധാനമുണ്ട്. അദ്ദേഹത്തിന്, ബഹുമാനായിട്ടുള്ള അംഗത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് തോന്നുന്നു. പോലീസ് വിജിലൻസും ഇന്റേണൽ വിജിലൻസും തമ്മിൽ ഇത് വകുപ്പിന്റെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്യായമായി കേസിൽ കൊടുക്കാനാണ്, എതിരാളികളെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെയുള്ള ഒരു അകാരണ ഭീതി എന്തിനാണ് അദ്ദേഹത്തിന് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഇന്റേണൽ വിജിലൻസ് സംവിധാനമാണ്. അതിനു പുറമെ ട്രൈബ്യൂണലുണ്ട്, ഓംബുഡ്സ്മാനുണ്ട്, ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഓംബുഡ്സ്മാനുണ്ട്, ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ട്രൈബ്യൂണലുണ്ട്. ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിന്, വിലയിരുത്തുന്നതിനുള്ള ജുഡീഷ്യൽ സംവിധാനവും അതല്ലാത്ത ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളുമെല്ലാം കൃത്യമായി തന്നെ ഉണ്ട്. മാത്രമല്ല, പെർഫോമൻസ് ഓഡിറ്റ് ഇല്ലാതാവുന്ന സമയത്ത് സോഷ്യൽ ഓഡിറ്റ് കൊണ്ടുവരികയാണ്. സർ, അത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരിക്കൽ കൂടി രാജ്യത്തിന് കേരളം മാതൃകയാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ തീരുമാനിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായി ഈ ഭേദഗതി പാസ്സാവുന്നതോടുകൂടി കേരളം മാറുകയാണ്. സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ചും ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തെ വിനയാന്വിതനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ സോഷ്യൽ ഓഡിറ്റിന്റെ വ്യവസ്ഥയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാത്രം സോഷ്യൽ ഓഡിറ്റാണ്. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് ഒരു കുറ്റമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ കൊണ്ടുവന്ന, ആ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് വന്നതാണല്ലോ. അതൊരു കുറ്റമായിട്ട്, അതൊരു പാടില്ലാത്ത കാര്യമായിട്ടാണോ അദ്ദേഹം കാണുന്നത്? പിന്നെ അദ്ദേഹം വിചിത്രമായിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞു, സോഷ്യൽ ഓഡിറ്റ് കേന്ദ്രീകരണമാണ് എന്ന്. സർക്കാർ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ശരിയാണോ? സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സർക്കാർ നടത്തുന്നതല്ല, അത് സാമൂഹിക പരിശോധനയാണ്, സാമൂഹികമായിട്ടുള്ള ഓഡിറ്റാണ്. സർക്കാരല്ല, ഗ്രാമസഭ, വാർഡ് സഭ എന്നീ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. ആ വാക്കിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ അതങ്ങനെ കേന്ദ്രീകരണമാവുന്നത്, അത് അധികാരം തിരിച്ചെടുക്കലാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അധികാരം തിരിച്ചെടുക്കുകയല്ല, അധികാരം ജനങ്ങൾക്ക് കൈമാറുകയാണ്. ഏത് പൗരനും ഇതിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന്, വിലയിരുത്തുന്നതിനുള്ള അധികാരവും അവകാശവും നൽകുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് മാറുന്നത്. സർ, ഇവിടെ AKM അഷ്റഫ് പറഞ്ഞത്, ബഹുമാന്യനായിട്ട് ശ്രീ AKM അഷ്റഫ് പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾ താളം തെറ്റി സഞ്ചരിച്ചൊരു കാലമാണ് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ, സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളൊരു മര്യാദ, അത് പാലിച്ചു എന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അതിനപ്പുറം, ആ ഒരു പൊതുപ്രസ്താവനയ്ക്കപ്പുറം താളം തെറ്റിയതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചു എന്ന വേറൊരു പൊതുപ്രസ്താവനയും നടത്തി. സാർ, ഞാൻ സമയമില്ലാത്തതുകൊണ്ടൊന്നും എല്ലാം വിശദീകരിക്കുന്നില്ല. ക്ഷേമ പദ്ധതി അട്ടിമറിച്ചു എന്ന് അങ്ങ് പറയുമ്പോൾ
അങ്ങ് മനസ്സിലാക്കണം, ലോകത്തിന് മാതൃകയായ ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതി വിജയത്തിലെത്താൻ പോവുകയാണ്. അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തി അവരെ അതിദരിദ്രരാക്കാൻ ഇടയാക്കിയ ഘടകങ്ങൾ നിർണയിച്ച് ആ ഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും തയ്യാറാക്കി ആ മൈക്രോ പ്ലാനിന്റെ നിർവഹണം ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ 96% അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം മോചിപ്പിച്ചു കഴിഞ്ഞു സർ. നവംബർ 1 കേരളത്തിന്റെ 70ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആ പിറന്നാൾ ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുന്നത് 64,006 അതിദരിദ്ര കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി എന്ന് മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണമാവുകയില്ല. ഇന്ത്യയിൽ ആദ്യമായി മാത്രമല്ല, ലോകത്ത് ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുന്ന പ്രദേശമായിട്ട് കേരളം മാറുകയാണ്. അപ്പോഴാണ് അങ്ങ് പറയുന്നത് ക്ഷേമ പദ്ധതികളെല്ലാം അട്ടിമറിച്ചു എന്ന്. ലൈഫിന്റെ കാര്യം ഇവിടെ പറഞ്ഞു സർ. ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ശ്രീ AK അഷ്റഫിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞു PMAYയുടെ കേന്ദ്ര ലിസ്റ്റ് അട്ടിമറിച്ചു എന്നാണ്. കേന്ദ്രത്തിന് വേണ്ടി വാദിക്കാൻ AK അഷ്റഫ് ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മഞ്ചേശ്വരത്തിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന് കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ മറ്റൊരു പരാമർശം കൂടി. ആദ്യത്തെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ നാക്കുപിഴയാണെന്ന്. പിന്നത്തെ ഒരു പരാമർശം എന്തിനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന ഗവൺമെന്റ് എന്നാണ്. സർ, കേന്ദ്രത്തിന് ന്യായീകരിക്കാൻ ആളില്ലാത്തതിന്റെ കുറവ് അങ്ങ് ഏറ്റെടുക്കരുതെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ പിന്നെ സെക്രട്ടറിമാരുടെ ഒഴിവ്, അതുപോലെ AEമാരുടെ ഒഴിവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലുള്ള ഒഴിവുകളേ ഉള്ളൂ. 145 സെക്രട്ടറിമാരുടെ PSC നിയമനം ഇപ്പോൾ പൂർത്തിയായി. അവരിപ്പോൾ തന്നെ ചുമതല ഏറ്റെടുക്കും. അതുവഴി PSC വഴി മാത്രമേ നമുക്ക് നിയമനം നടത്താൻ പറ്റൂ. AEമാരുടെ ഒഴിവ് അങ്ങവിടെ പറഞ്ഞു, കരാർ നിയമനം നടത്താൻ ഇപ്പോഴുണ്ട്, അതിനുള്ള ഉത്തരവുണ്ട്. കരാർ നിയമനം നടത്താനുള്ള ഉത്തരവുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ എഞ്ചിനീയർമാരുടെ പൂളുണ്ടാക്കിയിട്ടുണ്ട്, പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നിയമനം നടത്താം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇന്റർവ്യൂ നടത്തിയിട്ട് നിയമനം നടത്താം. അത് AEമാരുടെ മാത്രമല്ല, ഓവർസിയറുടെയും ഒക്കെ നിയമനം ആ തരത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് നടത്താനുള്ള ഉത്തരവ് 3 വർഷമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ വസ്തുതകൾ അങ്ങ് പൂർണ്ണമായും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു. സർ, പിന്നെ ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. അത് ആർക്കും വഴങ്ങുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. മറ്റൊന്നും കൊണ്ടല്ല. പാർലമെന്ററി കാര്യമന്ത്രിക്ക് സമയത്തിന്റെ കടുത്ത പരിമിതി വന്നിരിക്കുന്നു, അതുകൊണ്ടാണ്. സർ, ആരും പരിഭവപ്പെടരുത്. ഒരു ജനാധിപത്യ വിരുദ്ധ മനോഭാവം കൊണ്ടുമല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. സർ സെക്രട്ടറി, പിന്നെ ഒരു കാര്യം, തെരുവുനായ പ്രശ്നത്തെക്കുറിച്ച് ശ്രീ AK അഷ്റഫ് പറഞ്ഞു. അങ്ങേക്കും അതിന്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് വലിയ ആക്രമണമൊന്നും അദ്ദേഹം എനിക്ക് നേരെ നടത്തിയില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് നേരെ നടത്തിയില്ല. കേന്ദ്ര നിയമമാണ് ABC റൂള്. ആ കേന്ദ്ര നിയമത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഏത് സംസ്ഥാന സർക്കാരിനും പ്രവർത്തിക്കാൻ പറ്റൂ. ABC റൂൾ വരുന്നതിന് മുമ്പുള്ള തെരുവുനായ ആക്രമണത്തിന്റെയും അതിനുശേഷമുള്ള ആക്രമണത്തിന്റെയും കണക്ക് എടുത്താൽ കാര്യങ്ങൾ വ്യക്തമാവും. ABC ചട്ടങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. കൂടുതൽ കർക്കശമാക്കുകയാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ തന്നെ പരിഗണനയിലാണ്. മറ്റ് ഹൈക്കോടതികളിലും മറ്റുമെല്ലാം ഉള്ള കേസ് മുഴുവൻ സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയാണ് എങ്കിലും സർക്കാർ കയ്യും കെട്ടിയിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നിയമപരമായി ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്ന ഗൗരവമായിട്ടുള്ള ആലോചന, നിയമോപദേശമെല്ലാം സർക്കാർ തേടിയിട്ടുണ്ട്. നിയമപരമായി ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് ഞാൻ അങ്ങക്ക് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. ABC കേന്ദ്രത്തിന്റെ കാര്യമൊക്കെ ഈ സഭയിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ABC കേന്ദ്രത്തിന് പണമല്ല തടസ്സം. 98 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി വെച്ചു. 13 കോടി ചെലവഴിക്കാൻ പറ്റിയുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, ഞങ്ങൾ ഭരിക്കുന്നതാവട്ടെ, എല്ലായിടത്തുള്ള പ്രശ്നം എന്താ? നാട്ടുകാർ എതിർത്താൽ പിന്നെ തദ്ദേശ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പിൻവാങ്ങും. ഇതല്ലേ വസ്തുത. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യത്തിൽ കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. തുടങ്ങിയ ABC കേന്ദ്രം പൂട്ടിച്ചിട്ടില്ലേ നാട്ടുകാരെ എതിർത്തിട്ട്? ഇതൊക്കെ ഞാൻ പലതവണ പറഞ്ഞതാണ്. ശ്രീ AK അഷ്റഫിന് ബോധ്യമുണ്ട്, അങ്ങേക്ക് ബോധ്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ട്. അദ്ദേഹം തലകുലുക്കുന്നുണ്ട്. പിന്നെ അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ. കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടിയത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത്. അതിനുശേഷമല്ലേ ഇത് കുറച്ചത്. 1/3 വരെയായിട്ടത് കുറച്ചല്ലോ. കാലാനുസൃതമായിട്ടുള്ള വർധനവ് മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, ലൈസൻസ് ഫീസ് കൂട്ടി. യഥാർത്ഥത്തിൽ ലൈസൻസ് ഫീസിന്റെ പിഴ ഗണ്യമായി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കുറച്ചതൊന്നും നിങ്ങൾ കാണില്ല. ലൈസൻസ് ഫീസിന്റെ പിഴ ഗണ്യമായി കുറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. അത് വ്യാപാരി സമൂഹം ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ കെട്ടിട നിർമ്മാണ സെസ് പിരിവിനെതിരെയും അങ്ങ് പറഞ്ഞു കളഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരിക്കൽ ഈ ഒരു അടിയന്തര പ്രമേയത്തിലോ മറ്റോ കാര്യമായിട്ട് ഉന്നയിച്ചൊരു പ്രശ്നമായിരുന്നു കെട്ടിട നിർമ്മാണ ക്ഷേമനിധി, തൊഴിലാളി ക്ഷേമനിധി കൊടുക്കുന്നതിനെ കുറിച്ച്. എന്താ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ വരുമാനം ഈ സെസ്സാണ്. അങ്ങോട്ട് പറയാണ് പണ്ട് സെസ് ഏതെങ്കിലും കാലത്ത് കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പൊ കൃത്യമായിട്ട് പിരിക്കുന്നു. അതാണ് ഈ സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പിരിച്ചാലേ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ ക്ഷേമനിധി കൊടുക്കാൻ പറ്റൂ. 3000-ഓളം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായി തന്നെ പിരിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെ ആ പിരിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബില്ലും സെസ് നിയമമായത് കേന്ദ്ര നിയമമാണ്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമമാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോണ്ടായ നിയമമാണ്. ഇപ്പൊ തദ്ദേശ സ്ഥാപനം ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, ആ സെസ് പിരിക്കുന്നു എന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിൽ വകുപ്പ് പിരിക്കുമ്പോൾ കാര്യക്ഷമമായിട്ടുള്ള പിരിവ് നടക്കില്ല എന്നതുകൊണ്ടാണ്. അതിന് പരിമിതികളുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് പൈസ ഫണ്ടിലേക്ക് വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് തദ്ദേശ സ്ഥാപനം പിരിക്കുന്നത്. അത്രേ ചെയ്യുന്നുള്ളൂ. അത് വേണ്ട എന്നതാണ് UDFന്റെ അഭിപ്രായമെങ്കിൽ പറയണം, രേഖപ്പെടുത്തണം. ശ്രീ AK അഷ്റഫിന്റെ അഭിപ്രായമാണോ UDFന്റെ അഭിപ്രായം? ഈ സെസ് പിരിക്കാൻ പാടില്ല എന്നതാണോ? കൂടിയിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്തായാലും കൂടണമെന്ന സ്ഥിതിയിലെത്തി. അഷ്റഫിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നില്ല, ഒന്ന് കൂടി ആലോചിച്ചിട്ട് പറയാമെന്നാണ് ശ്രീ ഉബൈദുള്ള പറയുന്നത്. സർ, വികസന സദസ്സിന്റെ കാര്യം. വികസന സദസ്സിന് ലീഗിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ലീഗിന് വികസന സദസ്സിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അമീത് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മാഷ് സർക്കുലർ ഇറക്കിയതാണ്. വികസന സദസ്സ് എല്ലാവരും ഗംഭീരമായിട്ട് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയ അമീത് മാഷെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ സർക്കുലർ പിൻവലിച്ച അമീത് മാഷോട് സഹതാപമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ചിരിക്കുന്നുണ്ട്. എല്ലാം ആ ചിരിയിലടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെന്നല്ല ഏതൊരാൾക്കും അതേ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് വികസന സദസ്സിന്റെ കൂടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം ശ്രീ AK അഷ്റഫ്. അതുകൊണ്ട് അതിൽ പരാതിയൊന്നുമില്ല. ഇത് എല്ലാവർക്കുള്ള അവസരമായിരുന്നു. സാർ, 5 കൊല്ലം പ്രവർത്തിച്ച ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ഭരണസമിതിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ന്യായമായിട്ടുള്ള ഒരു വിടവാങ്ങൽ നടത്താനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ UDF വികസന സദസ്സ് ബഹിഷ്കരിച്ചതിലൂടെ ഇല്ലാതായത്. ന്യായമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കുകയും നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തത്. നഷ്ടപ്പെടുത്തിയ അവസരത്തെക്കുറിച്ചോർത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഖേദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സെലക്ട് കമ്മിറ്റിക്ക് പോയി അവിടെ പരിശോധിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ DK മുരളി 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പറഞ്ഞത് സബ്ജക്റ്റ് കമ്മിറ്റിയാണ്. അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ? പ്രതികൂലിക്കുന്നവർ? ഭേദഗതി തള്ളിയിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല.
ശ്രീ AK അഷ്റഫ് 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഭേദഗതി സഭ തള്ളിയിരിക്കും. 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും ഭവന നിർമ്മാണവും സംബന്ധിച്ച് സബ് കമ്മിറ്റി 9 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ലുകൾ സബ് കമ്മിറ്റി 9 പരിഗണനയ്ക്ക് അയക്കുന്നു. സാർ, പ്രസംഗത്തിൽ ചിലയിടത്തൊക്കെ സെലക്ട് കമ്മിറ്റി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അത് മുഴുവൻ സബ്ജക്ട് കമ്മിറ്റി എന്ന് തിരുത്തണം.